മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും കടന്നാക്രമിച്ചിട്ടും PV അൻവർ MLA ഒരു നടക്കി പോകുന്ന മട്ടില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വീണ്ടും രംഗത്തെത്തുകയാണ് അൻവർ. P ശശിക്ക് വേറെ അജണ്ട ഉണ്ടെന്നും MR അജിത് കുമാർ കൈക്കൂലി പണം കൊണ്ട് ഫ്ലാറ്റ് വാങ്ങിയെന്നും അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും മാധ്യമങ്ങളെ കണ്ട അൻവർ പോലീസിലെ പുഴുക്കുത്തുക്കൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. അതേസമയം ADGPക്കെതിരായ പരാതിയിൽ തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ അൻവറിന്റെ മൊഴിയെടുത്തു. P ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾക്ക് വേണ്ടിയാണോ അൻവറിന്റെ നീക്കമെന്ന സംശയവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ADGP MR അജിത് കുമാറിനെതിരെ നടപടി കൈക്കൊള്ളുക. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. ആരോപണങ്ങളുടെ പേരിൽ മാത്രം നടപടിയെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട PV അൻവർ MLA P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് P ശശിയാണ്. ശശിക്ക് വേറെ അജണ്ടയുണ്ടെന്നും സർക്കാരിനെ മാനക്കേടിലെത്തിച്ചതായും അൻവർ തുറന്നടിച്ചു. സോളാർ കേസ് അജിത് കുമാർ പണം വാങ്ങി അട്ടിമറിച്ചു. കൈക്കൂലിപ്പണം കൊണ്ട് തിരുവനന്തപുരം പട്ടത്ത് ഫ്ളാറ്റ് വാങ്ങി. പോലീസ് ഓഫീസർമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും അൻവർ പറഞ്ഞു. പോലീസിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും. പക്ഷെ അവരെ ഒതുക്കി നിർത്തുക, അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് പോലീസുകാരന് ആകെ അപമാനം സഹിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത്. തിരുവനന്തപുരം കുറുവൻകോണത്താണ് അൻവർ പറഞ്ഞ ഫ്ളാറ്റ്. അതേസമയം ADGPക്കെതിരായ പരാതിയിൽ വീണ്ടും അൻവറിന്റെ മൊഴിയെടുത്തു. ഷൊർണൂർ PWD റെസ്റ്റ് ഹൌസിൽ തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. വൈകിട്ട് വീണ്ടും മാധ്യമങ്ങളെ കണ്ട PV അൻവർ നിലപാട് മാറ്റില്ലെന്ന് വ്യക്തമാക്കി. പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരായ പോരാട്ടം തുടരും. വിജിലൻസ് അന്വേഷണം സത്യസന്ധമല്ലെന്ന് അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും PV അൻവർ. ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അത് യാതൊരു തർക്കവുമില്ല. അപ്പോ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് P ശശി എന്തെങ്കിലും കൈപ്പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, News 18.